തൃശൂർ പൂരത്തിന് ഒരുങ്ങുന്നതിനിടെ വെടിക്കെട്ട് പുരയിൽ നിർമ്മാണശാലയിൽ സ്ഫോടനമെന്ന അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് തൃശൂരിൽ നിന്ന് വരുന്നത്. മുണ്ടത്തിക്കോട് എന്ന പ്രദേശത്താണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിന് വെടിക്കെട്ടിന് വേണ്ടി ഓതറൈസ്ഡായ ലൈസൻസി അവിടെ ഈ പറഞ്ഞ പടക്കങ്ങളടക്കം സൂക്ഷിച്ചിരുന്നു, പടക്കങ്ങളടക്കം നിർമ്മിച്ചുകൊണ്ടിരുന്നു. ആ ഇടത്താണ് ഉച്ചയോടുകൂടി ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ട് നടത്താനിരിക്കെ അത്യാവശ്യം സ്റ്റോക്ക് അവിടെ ഉണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പുകയും ശബ്ദവും ഉണ്ടെന്നൊക്കെയാണ് പ്രാഥമികമായി പ്രദേശവാസിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 40ഓളം പേർ ആ ഇടത്ത് ആ സമയത്ത് ജോലിക്കുണ്ടായിരുന്നുവെന്ന് അല്പം ആശങ്കപ്പെടുത്തുന്ന വാർത്ത വരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് തൃശൂർ മെഡിക്കൽ കോളേജുള്ള അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് റെസ്ക്യൂ വളരെ വേഗത്തിലായിരുന്നു, അവരെ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിക്കാനായി എന്ന വാർത്ത വരുന്നു. അത് അല്പം ആശ്വാസകരമാണ്. പക്ഷേ ഇപ്പോൾ ചികിത്സയിലുള്ളവരെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരം നമുക്ക് ലഭ്യമല്ല. നിലവിൽ നമ്മൾ ഈ ദൃശ്യങ്ങളുടെ പ്രദേശത്ത് മനസ്സിലാക്കുമ്പോൾ പൊതുവെ ഈ പടക്ക നിർമ്മാണശാലയൊക്കെ ലൈസൻസ് കിട്ടണമെങ്കിൽ തന്നെ ഒറ്റപ്പെട്ടിടങ്ങളായിരിക്കണം, അടുത്തൊന്നും വീടുകൾ ഉണ്ടാവരുത്. ആ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള ഒരു വെടിക്കെട്ട് പുരയാണെന്നാണ് നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വീടുകളൊക്കെ വളരെ ദൂരത്താണ്, അല്പം ഡിസ്റ്റൻസ് മാറി തന്നെയാണ് വീടുകളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യാപ്തി, അങ്ങനെ ഒരു ആഘാതം മറ്റു വീടുകൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പ്രാഥമികമായി മനസ്സിലാക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്ക അവിടെ വെടിക്കെട്ട് പുരയിൽ എത്ര പേർ തൊഴിലാളികളായി ഉണ്ടായിരുന്നു, അവർക്കാർക്കൊക്കെ പരിക്കുണ്ടെന്ന കാര്യങ്ങളടക്കം വ്യക്തത വരാനുണ്ട്. ശ്രീകുമാരൻ വളരെ അല്പസമയം കൊണ്ട് തന്നെ, മിനിറ്റുകൾക്കകം തന്നെ ഈ പറയുന്ന പ്രദേശത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എല്ലാവരെയും 40ഓളം പേർ അവിടെയുണ്ട്. എത്ര പേർ ആശുപത്രിയിൽ എത്തിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. 40 എന്നത് ചെറിയ സംഖ്യയല്ല. 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ട് അടക്കം നടക്കാനിരിക്കെ അത്യാവശ്യം വലിയ സ്റ്റോക്കും സ്റ്റോറേജും അവിടെ ഉണ്ടാകാനാണ് സാധ്യത. വർഷങ്ങളോളമായി തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടിയിട്ട് വെടിക്കെട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് ഈ പറയുന്ന മുണ്ടത്തിക്കോടാണ്. ഇവിടെയുള്ള ഓതറൈസ്ഡ് ഡീലറാണ്, ഓതറൈസ്ഡ് ലൈസൻസിയാണ്. ആ ലൈസൻസിയുടെ ഉടമസ്ഥതയിലുള്ള ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇടത്താണ് സ്ഫോടനം ഉണ്ടായിരുന്നത്. എന്താണ് കാരണം, എങ്ങനെയാണ് അപകടം നടക്കുന്ന കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. വലിയ ചൂടാണ്, ഇതൊക്കെ അപകടത്തിന് വ്യാപ്തി കൂട്ടിയെന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു മണിക്കൂറിൽ അറിയാൻ കഴിയുക. പ്രാഥമികമായി അല്പം ആശങ്കപ്പെടുത്തുന്ന വാർത്ത, 40ഓളം തൊഴിലാളികൾ ജോലി ചെയ്ത ഇടത്ത് ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അത്യാവശ്യം സ്റ്റോക്കുള്ള പടക്കങ്ങൾ ഉണ്ടായിരുന്നിടത്താണ് സ്ഫോടനം. അതുകൊണ്ട് തന്നെ വലിയ പുകയൊക്കെ അവിടെ നിന്ന് ഉയരുന്നതായി പ്രദേശവാസികൾ അടക്കം